കമ്മ്യൂണിസ്റ്റുകാർ ഭീരുക്കളാണെന്ന കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ പരാമർശത്തിൽ ആഞ്ഞടിച്ച് ജോൺ ബ്രിട്ടാസ് MP. ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ കൊടുത്ത സവർക്കറുടെ അനുയായി തന്നെ അത് പറയണമെന്നായിരുന്നു ബ്രിട്ടാസിന്റെ രൂക്ഷ വിമർശനം. പാർലമെന്റിൽ വരാതെ ഭയന്നോടുന്ന മോദിയുടെയും അമിത്ഷായുടെയും അനുയായി അത് പറയണമെന്നും അദ്ദേഹം പരിഹസിച്ചു. അതെ, നിർമ്മല സീതാരാമൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അങ്ങനെ പറയണം. ബ്രിട്ടീഷുകാർക്ക് 10-11 മാപ്പപേക്ഷ കൊടുത്ത സവാർക്കറുടെ അനുയായിയാണ്. BBC കണക്ക് പ്രകാരം 11. സവാർക്കറുടെ ഗ്രാൻഡ് നെഫ്യൂവിൻ്റെ കോടതിയിലെ സാക്ഷ്യപ്രകാരം 10. ഒരു ദിവസം പോലും പാർലമെൻറ്റിൽ വരാത്ത ഭയന്നോടുന്ന മോഡിയുടെയും അമിത്ഷയുടെയും അനുയായിയായ നിർമ്മല സീതാരാമൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഇങ്ങനെ പറയണം. ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് കഴുമരത്തിലേക്ക് പോയ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോഴാണ് ഈ മാപ്പപേക്ഷ കൊടുത്ത് താണുകേണ് ബ്രിട്ടീഷുകാരുടെ ബൂട്ട് നക്കിയ സവാർക്കറുടെയും കൂട്ടരുടെയും അനുയായികളായിട്ടുള്ള നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ ചോദിച്ച പ്രസക്തമായ ചോദ്യങ്ങൾക്കൊന്നും അവർ മറുപടി പറഞ്ഞില്ല. വളരെ രഹസ്യമായി ഗോപ്യമായി ഒരു ഓർഡിനൻസ് നിയമമാക്കുന്ന വ്യാജേന ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻഡ്മെൻറ്റ് തോല എന്നുള്ള ഓമന പേരിൽ 54 കോടി ആൾക്കാർ ഭാഗവാക്കായ UPAയിൽ സേവന നിരക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് അവർ പാർലമെൻറ്റിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ അവരാകെ പറയുന്ന ന്യായം എന്താണ്? ഞങ്ങളിപ്പോൾ ഇത് ഏർപ്പെടുത്തുന്നില്ല, ഇനി ഏർപ്പെടുത്തിയാൽ തന്നെ അത് ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമായിരിക്കും. അതിനേക്കാൾ വലിയൊരു ആനമണ്ടത്തരമല്ല, ബോധപൂർവമായ തെറ്റിദ്ധരിപ്പിക്കൽ അവർ നടത്തിയത്. ഇത് കച്ചവടക്കാർക്ക് മാത്രമല്ലേ ബാധകം, ഈ മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്? അത് ഉപഭോക്താവിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ലോകത്തിലെവിടെയെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ കച്ചവടക്കാർക്ക് മേൽ ചുമത്തുന്ന ഭാരം ഉപഭോക്താവിലേക്ക് പോകാതിരിക്കുന്നൊരു സാഹചര്യം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ GST ഇളവ് കൊടുത്തപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ നൽകുന്ന ഇളവുകളെല്ലാം ഉപഭോക്താക്കൾക്ക് കൈമാറണം, ഇളവ് കൈമാറണമെന്ന് ശടിക്കുന്ന നിർമ്മല സീതാരാമൻ ഭാരം ചുമത്തുമ്പോൾ അത് കച്ചവടക്കാരൻ തന്നെ അത് ഏറ്റെടുക്കുമെന്ന് ചിന്തിക്കാനുള്ള മൗഢ്യത അവർക്കുണ്ടാവില്ല. കബളിപ്പിക്കലാണ്. മാത്രമല്ല, ഈ നിയമം വളരെ അധാർമികവും നിയമവിരുദ്ധമാണ്. എന്താ കാരണം? ഒരു കണക്കുകളും അവതരിപ്പിക്കാതെ ഒരു ബ്ലാങ്കറ്റ് അപ്രൂവലാണ് അവരെടുക്കുന്നത്. ഞാൻ കൃത്യമായി അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ കണക്ക് പറ, ഏതൊക്കെ വിഭാഗങ്ങളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്, ഏതൊക്കെ ഇടപാടുകൾക്കാണ് ഈ സേവന നിരക്ക് ബാധകമാകാൻ പോകുന്നത്. ഒരു മറുപടിയും അവർ പറഞ്ഞില്ല. അവർ കൺകെട്ട് നടത്തി, അവർ പാർലമെൻറ്റിൽ നിന്ന് ഒളിച്ചോടി, ചില വീരവാദങ്ങൾ അവർ മുഴക്കി. എനിക്ക് അവരോടൊരു അഭ്യർത്ഥനയുണ്ട്. അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാർ പറയുന്നത് അവർ കേൾക്കണം. കുടുംബത്തിലെ തന്നെ സാമ്പത്തിക ശാസ്ത്രനായിട്ടുള്ള പരകാല പ്രഭാകർ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഈ സാമ്പത്തിക നയം ഇന്ത്യയെ തകർത്തിരിക്കുകയാണ്. വൂഡോ എക്കണോമിക്സ് ആണ് നടത്തുന്നത്. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ താറുമാറാക്കുന്ന താൽക്കാലിക സാമ്പത്തിക നടപടികളുമായിട്ടാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അതിന് വലിയ വില ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, പരകാല പ്രഭാകരാണ്. അവരുടെ വാക്കുകളെങ്കിലും കേൾക്കാനുള്ള ഒരു മര്യാദ നിർമ്മല സീതാരാമൻ കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സഭയിൽ പാർലമെന്റ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട അംഗം കൂടിയാണ്. ഇന്ന് എന്തായിരിക്കണം അമിത്ഷാ സംസാരിക്കാൻ അനുവദിക്കുമോ, അല്ലെങ്കിൽ അമിത്ഷായുടെ സംസാരിക്കുമെന്ന് കിരൺ റിജിജു പറയുന്നു. എന്താണ് 17 ദിവസമായിട്ട് പാർലമെന്റിൽ വരാത്ത ഒരാളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഞാനിതിൻ്റെ റെക്കോർഡ് പരിശോധിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ആഭ്യന്തരമന്ത്രി ഇത്രയും ദിവസങ്ങൾ സഭയിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ആഭ്യന്തരമന്ത്രി അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോഴെങ്കിലും പാർലമെൻറ്റിൽ വരും. അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുള്ള സമയത്ത് വരും. ഇപ്പോൾ പാർലമെൻറ്റ് സ്തംഭിക്കുന്ന സമയത്ത് പോലും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പാർലമെൻറ്റിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ക്യാബിനറ്റ് മന്ത്രി സഭയിൽ സന്നിഹിതരാകും. അതാണ് എൻ്റെ രീതി. 17 ദിവസം പാർലമെൻറ്റിൽ വരാതെ ഈ പാർലമെൻറ്റ് അവസാനിക്കാൻ 48 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ അമിത്ഷാ വന്ന് പ്രസംഗിക്കും. പ്രസംഗമല്ല നമ്മൾ പറഞ്ഞത്. അതായത് 20-ാം തീയതി നടന്ന വിദ്യാർത്ഥികളുടെ പാർലമെൻറ്റ് മാർച്ചുമായി നടന്ന പോലീസ്
കേന്ദ്രസേന അതിക്രമങ്ങളെക്കുറിച്ചും ആരാണ് വെടിവെക്കാൻ ഉത്തരവിട്ടതിനെക്കുറിച്ചുമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെന്ന അതല്ല ഇപ്പോൾ പറയുന്നത്. അമിത്ഷാ ഒന്ന് പ്രസംഗിക്കും, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് താല്പര്യം? അത് അവരുടെ അനുയായികൾ വേണേൽ കേട്ടോട്ടെ. അതുകൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മുമ്പോട്ട് പോയാൽ പാർലമെൻറ്റ് സ്തംഭനം തുടർന്നും മുമ്പോട്ട് പോകുന്നതാണ്.